السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമകാരുണ്യകരും ദയാലുവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിയും വിധം കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിച്ചു മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ പുണ്യപൂരിതമായ 7 ദിനരാത്രങ്ങൾ നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ്. നല്ല പ്രതീക്ഷകളും കുറെ ആഗ്രഹങ്ങളുമായി റമദാനിലേക്ക് കാലെടുത്തു വെച്ച നമ്മൾ ഇന്നേക്ക് ചുരുങ്ങിയത് പരിശുദ്ധ ഖുർആനിന്റെ 7 ജുസ് പൂർത്തിയാക്കുകയും അള്ളാഹുവിനോട് അധികരിച്ചുകൊണ്ട് ധാരാളമായി കൊണ്ട് പാപമോചനം തേടുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും, നമ്മുടെ നോമ്പും രാത്രി നിസ്കാരവും നൽകിയ സദഖകളുമെല്ലാം സ്വീകരിക്കപ്പെടുന്ന നന്മകളായി രേഖപ്പെടുത്തുമാറാകട്ടെ. റമദാനുകൾ പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിജ്റ വർഷം 1446 ഈ ഒരു റമദാനിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ റമദാനുകൾ കൊണ്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യം നിർബന്ധമായും നമ്മളോട് ചോദിക്കേണ്ടതാണ്. പലവുരുവായിക്കൊണ്ട് ഹദീസുകളിൽ, പ്രസംഗങ്ങളിൽ കേട്ട വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞ ആമീനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും. റമദാൻ വന്നു കിട്ടിയിട്ടും പാപമോചനം ലഭിക്കാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലെ റമദാനുകൾ കൊണ്ട് എനിക്ക് പാപമോചനം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ചുരുങ്ങിയത് 50ഉം 60ഉം അതിന്റെ മുകളിലും താഴെയുമുള്ള ആയുസിന്റെ പരിധിയിലുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ റമദാനുകൾ കൊണ്ട് എനിക്ക് എന്ത് കിട്ടി, ഇനിയുള്ള റമദാനിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ റമദാനുകൾ കഴിയുമ്പോഴും പുതിയ നന്മകൾ ആരംഭിക്കുവാനും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ, തിന്മകളെല്ലാം ഉപേക്ഷിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. ഒരിക്കലെങ്കിലും പറയാൻ സാധിക്കണം, ഇക്കഴിഞ്ഞ റമദാൻ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിസ്കാര ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കിയത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ചുരുങ്ങിയത് ഖുർആൻ ഓതാൻ ആരംഭിച്ചത് കഴിഞ്ഞ റമദാൻ കാരണമായിരുന്നു. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ കഴിഞ്ഞ റമദാൻ കൊണ്ടാണ് എന്നെങ്കിലുമൊക്കെ പറയുവാൻ, ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രധാനമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻകഴിഞ്ഞ ആളുകൾക്കും നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് തഖ്വ നേടിയെടുക്കുവാനാണ്, കൈവരിക്കുവാനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഖ്വ നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനിൽ, അതിന്റെ മുമ്പും ശേഷവും ഞാൻ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇക്കൊല്ലത്തെ റമദാനിനും ഞാൻ ആയിരുന്നതെന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ സിയാമു മിനത്ത്വആമി വശറാബ്. നോമ്പെന്ന് വെച്ചാൽ കേവലം പട്ടിണി കടക്കലും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കലുമല്ല, മറിച്ച് ഇന്ന സിയാമു മിനൽ ലഗ്വി വറഫത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മ്ലേച്ഛമായ പ്രവർത്തികൾ ഒഴിവാക്കുകയും
മോശപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യുക എന്നതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബഹു. ഏതൊരുവനാണോ അവന്റെ ജീവിതത്തിൽ നിന്ന് മോശപ്പെട്ട പ്രവർത്തനങ്ങളും വൃത്തികേടുകളും ഒഴിവാക്കാത്തത്, അവന്റെ പട്ടിണി കടത്തവും വെള്ളം കുടിക്കാത്ത അവസ്ഥയും റബ്ബിന് ആവശ്യമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് കൊണ്ട്, എന്റെ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നേടിയെടുക്കുവാനും സ്വഭാവ വിശുദ്ധി കൈവരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ. നോമ്പ് എന്നുള്ളത് ഒരു പരിചയാണ്. പല തരത്തിലുള്ള തിന്മകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനുള്ള, മ്ലേച്ഛതകൾ ഒഴിവാക്കാനുള്ള, തിന്മകളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു വഴിയാണ്, പരിചയാണ് നോമ്പ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും ആ കാരണമായിക്കൊണ്ട് നോമ്പ് വരേണ്ടതുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തൃപ്തരാണോ, നമ്മുടെ കൂടെയുള്ളവർ തൃപ്തരാണോ എന്നുള്ളതാണ്. ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ഞാൻ ഉഷാറാണ് എന്നൊരു സംഗതിയാണ് പൊതുവെ ചിത്രത്തിൽ വരാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റും കുഴപ്പങ്ങളൊന്നും ഇല്ല, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന രൂപത്തിലാണ് നമ്മളൊക്കെയും പലപ്പോഴും സ്വന്തത്തെ വിലയിരുത്താറുള്ളതെങ്കിൽ കൂടെയുള്ള ആളുകളോടൊന്ന് ചോദിക്കാം, എന്താണ് എന്നെക്കുറിച്ച് നിന്റെ അഭിപ്രായം? ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തെങ്കിലും സ്വന്തം ഭാര്യയോട്, അല്ലെങ്കിൽ രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളോട്, കുടുംബത്തോടൊന്ന് ചോദിക്കുക, എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരിൽ നിന്നൊരു പോസിറ്റീവ്, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട്, എന്നും ഇടപഴകുന്ന സുഹൃത്തുക്കളോട്, അയൽവാസികളോട് നമ്മെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തും ഇതേപോലെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ അവർക്ക് നമ്മെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജറ പോകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അയൽവാസി അറിഞ്ഞ സമയം ജൂതനായ വ്യക്തി വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അബൂബക്കർ, അബൂബക്കറെ, ഇന്ന മിസ്ലക ലാ യുഖ്റജ് ലാ യഖ്റുജ് വലാ യുഖ്റജ്. അബൂബക്കറെ, താങ്കളെ പോലെയുള്ള ഒരു വ്യക്തി നാട്ടിൽ നിന്ന് പുറത്തു പോകുവാനോ പുറത്താക്കപ്പെടുവാനോ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഅ്മിനായിരുന്നു, മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന്റെ ജൂതനായ അയൽവാസി അദ്ദേഹത്തെ കുറിച്ച് താങ്കളെ പോലെയുള്ള ഒരു മനുഷ്യൻ നാട് വിട്ടുപോകുവാനോ താങ്കളെ പുറത്താക്കുവാനോ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് നമ്മുടെ അയൽവാസി എന്ത് പറയുമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. തൊട്ടയൽവക്കത്ത് എപ്പോഴും പരാതിയായിരിക്കും. സ്വന്തം വീട്ടിലെ മാവിന്റെ കൊമ്പ് അപ്പുറത്ത് ചാഞ്ഞിട്ടവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യം ദിനേന പരാതിയായി വന്നിട്ടും ഒന്ന് പരിഹരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, വീട്ടിന്റെ വേസ്റ്റ് വെള്ളത്തിന്റെ പൈപ്പിൽ നിന്ന് ഇറ്റിറ്റായിക്കൊണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് ഇറ്റുന്നത് കണ്ടിട്ടും അത് പരിഹരിക്കുവാൻ നമ്മുടെ മനസ്സിന് സമയമെത്തിയിട്ടില്ലെങ്കിൽ, അയൽവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അയൽവാസി നമ്മെക്കുറിച്ച് നല്ലത് പറയും? സുഹൃത്തുക്കളോടൊക്കെ പെരുമാറുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട രൂപത്തിലാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ, ആരും ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, എല്ലാവർക്കും നമ്മളെ കൊണ്ട് പ്രയാസമാണെങ്കിൽ, ശല്യമാണെങ്കിൽ, എങ്ങനെ അവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യഅ്ലഫു വയുഅ്ലഫ്. ഒരു മുഅ്മിൻ എന്ന് വെച്ചാൽ ഇണക്കുന്നവനും ഇണക്കപ്പെടേണ്ടവനുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മളൊന്നൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ട ആളുകൾക്കൊന്ന് ചിരിക്കുവാനും, അവരോടൊത്ത് ചേരുവാനും, അവരോടൊപ്പം സൗഹൃദം പങ്കുവെക്കുവാനും, ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളും നമ്മുടെ പുറവും ഒരുപോലെ ശുദ്ധമാകേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിക്കൊണ്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പരസ്യം രഹസ്യത്തെക്കാൾ ഉഷാറാണ്. അദ്ദേഹത്തിന്റെ പരസ്യം രഹസ്യത്തെക്കാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രഹസ്യം പരസ്യത്തെക്കാൾ ഉഷാറാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായങ്ങൾ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ആളുകൾ എന്ത് പറയും? ഇണക്കാൻ പറ്റുന്ന ടൈപ്പാണോ? അല്ലെങ്കിൽ ആളുകൾ പറയും, ഓരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, വർത്താനം പറയുന്ന ആക്കാണ് പിരാന്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള. അല്ലെങ്കിൽ ചിലപ്പം പറയും, വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം.
ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. കുറെ കാലം ഇങ്ങനെ കൂടെ കൂട്ടി നടക്കാനൊന്നും കഴിയൂല. പെട്ടെന്ന് ഒഴിവാക്കേണ്ട കേസാണെന്ന് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു പോരായ്മ നമ്മുടെ സ്വഭാവത്തിലുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ സ്വഹാബാക്കളോട് മലമുകളിൽ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവര് പ്രവാചകന്റെ കൽപ്പന കേൾക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അറിയിപ്പ് വരുന്നതിന് മുമ്പ് മലമുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും മുസ്ലിം സൈന്യത്തിനും പ്രയാസങ്ങൾ നേരിട്ട, റസൂലിന്റെ ജീവൻ വരെ ഭീഷണിയായി തീർന്ന ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫദ്ലൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു പറയാണ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നെന്ന് അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു ചൂടനാണോ എന്ന് നമ്മൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, വീട്ടിലൊരു ഗ്ലാസ് പൊട്ടിയാൽ ഭാര്യ നമ്മെക്കുറിച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മക്കൾ നമ്മെക്കുറിച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് മാതാപിതാക്കൾക്ക് പോലും ഭയാനകമായ ഭീതിജനകമായ ചിന്തകളാണ്, ഓർമ്മകളാണ് ബാക്കിയാകുന്നതെങ്കിൽ പിന്നെങ്ങനെ നമ്മളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ, ഒന്ന് ആർദ്രത കാണിക്കുവാൻ, ഒന്നിരുന്ന് മനസ്സ് തുറക്കുവാൻ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായി കൊണ്ട് ബന്ധമുള്ളവരോടൊക്കെയും നല്ല രീതിയിൽ നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ തിന്മകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാന്നുള്ളതാണ്. സ്വഭാവം നന്നാകണമെങ്കിൽ പ്രധാനമായും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. ഒരു കർഷകനോട് ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ ഇത്ര കൊടും വിഷം ഉള്ള കീടനാശിനി ഈ പഴത്തിന്റെയും അതുപോലെ തന്നെ പച്ചക്കറിന്റെ ഒക്കെ മുകളിലേക്ക് അടിക്കുന്നത് വെച്ചാൽ, എന്തടിച്ചാലും കീടനാശിനി വന്നാൽ സംഗതി കേടായില്ലേ എന്നുള്ള, കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റുമോ എന്നുള്ളതാണ് കർഷകൻ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലേക്ക് തിന്മകൾ കടന്നു വന്നാൽ, മോശപ്പെട്ട കാര്യങ്ങൾ കടന്നു വന്നാൽ, മ്ലേച്ഛതകൾ കടന്നു വന്നാൽ നമ്മൾ തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഹറാമുകൾ കടന്നു വന്നാൽ പിന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രയാസമായിരിക്കും. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ രഹസ്യമായി കൊണ്ട് കള്ളു കുടിക്കാൻ തൊട്ടൊരു ദിവസം ആരെങ്കിലുമൊക്കെ കണ്ട് പിറ്റേന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ മൂപ്പർക്ക് മടിയാണ്. ഒന്നും വേണ്ട, താൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളല്ല എന്നറിയുന്ന സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ വീട്ടിലത്തെ കുടുംബക്കാരൻ, അല്ലെങ്കിൽ പള്ളിയിലത്തെ ഖാദി മൂപ്പരെ പോകുന്നത് ജസ്റ്റ് ഒരു ദിവസം സിഗരറ്റിന്റെ കുറ്റി കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ പിറ്റേന്ന് ദിവസം നമുക്ക് മൂപ്പരെ മുമ്പിൽ പോകാൻ പേടിയിരിക്കും. ജീവിതത്തിൽ തിന്മകൾ ചെയ്താൽ ആളുകൾ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര പ്രയാസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ശേഷം സ്വഹാബത്ത് പറഞ്ഞു, ഇന്നയാള് ഷഹീദായിട്ടുള്ള മൂപ്പര് സ്വർഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂപ്പര് സ്വർഗത്തിലല്ല നരകത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷഹീദായ വ്യക്തിക്ക് കിട്ടുന്ന 7ഓളം ഗുണങ്ങളുണ്ട്, 7ഓളം നേട്ടങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ രക്തത്തിൽ തന്നെ പാപങ്ങൾ മുഴുവൻ മായ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അഥവാ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദാകുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ രക്തത്തുള്ളി പുറത്തേക്ക് വരുന്ന സമയത്ത് മൂപ്പരുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തത്, സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം. മൂന്നാമതായി കൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിച്ചു. നാലാമത്, പരലോകത്തിൽ നിന്ന് ഏറ്റവും പ്രയാസമുള്ള നരകത്തിൽ നിന്നും അദ്ദേഹത്തിന് കാവൽ കിട്ടി. അഞ്ചാമത് പറഞ്ഞു, അദ്ദേഹത്തിന് ആദരവിന്റെ കിരീടം പരലോകത്ത് ധരിപ്പിക്കപ്പെടും. ആറാമത്തെ നേട്ടം, സ്വർഗത്തിൽ ഏറ്റവും നല്ല സ്ത്രീകളെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏഴാമത് കിട്ടുന്ന നേട്ടം, കുടുംബത്തിൽപ്പെട്ട 70 ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശുപാർശക്ക് അനുവാദം കിട്ടും എന്നുള്ളതാണ്. ഒരു ഷഹീദിന് കിട്ടുന്ന കൂലിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി കൊണ്ട് പോരാടി മരണപ്പെട്ട ഷഹീദിന്റെ, അല്ലെങ്കിൽ ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന ആളുകൾ കിട്ടുന്ന നേട്ടമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഈ ഒരു നേട്ടം കിട്ടി എന്ന രൂപത്തിലാണ് സ്വഹാബി പറഞ്ഞത്, ഇന്ന വ്യക്തി, ഇന്ന ഷഹീദ് സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്, അദ്ദേഹത്തെ ഞാൻ നരകത്തിൽ കാണുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യുദ്ധാർജിത സ്വത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഗനീമത്തിൽ നിന്നും അദ്ദേഹം ഒരു പുതപ്പ് അനുവാദമില്ലാതെ എടുത്തിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാന്റെ ഹക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ചോദിക്കാതെ ഒരു ഉറുപ്പിക നമ്മുടെ പോക്കറ്റിലായിട്ടുണ്ടെങ്കിൽ
ആരെങ്കിലും ആഗ്രഹിച്ച് കൊതിച്ചിട്ടുള്ള സംഗതി അനുവാദം കൂടാതെ നമ്മളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, ഒരു പക്ഷെ നമ്മുടെ സ്വർഗത്തിന്റെ വിഷയത്തിലും സംശയം നേരിടേണ്ടി വരുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംഗീതം കേൾക്കുന്ന ആളുകൾ, സിനിമ കാണുന്ന ആളുകൾ, തോന്നിവാസം കേൾക്കുന്ന, തോന്നിവാസം കാണുന്ന, തോന്നിവാസം പറഞ്ഞു നടക്കുന്ന ആളുകൾ എങ്ങനെ സുഹൃത്തുക്കളുമായി കൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബന്ധത്തിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കും. അതുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും നന്മകളിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, സാമ്പത്തിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒന്ന്, കൊടുക്കാനുള്ള മനസ്സ് വേണം. സാധാരണ ആൾക്കാർ പറയും അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണെന്നുള്ളത്. ആ കോലത്തിൽ നമ്മളെ കുറിച്ച് ആരും പറയരുത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഇപ്പൊ റമദാൻ മാസമാണ്. ദിവസം വീട്ടിൽ അരമണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ബെല്ലടിക്കും. ഒരുപക്ഷെ പ്രായമുള്ള പെണ്ണുങ്ങളായിരിക്കും കടന്നു വരും, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളോ അല്ലാത്ത ആളുകളോ വീട്ടിലേക്ക് കടന്നു വരും. നമ്മള് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീട്ടിൽ അടുക്കളയിൽ പണിയിലിരിക്കുന്ന സമയത്ത് 10 മണിക്കൊരു പെണ്ണുങ്ങൾ വന്നു, ബെല്ലടിച്ചു, 10 റുപ്യ നമ്മൾ കൊടുത്തു. ഒന്ന് അടുക്കളയിലേക്ക് തിരിച്ചു പോയി 10 മിനിറ്റ് തീരുന്നതിന് മുമ്പേ വേറൊരാൾ വന്ന് ബെല്ലടിച്ചു. അടുക്കളയിൽ നിന്ന് നമ്മൾ ശപിച്ചുകൊണ്ട് ശകാരിച്ചുകൊണ്ട് മനസ്സിൽ പിറുപിറുത്തു കൊണ്ടുവരും. ഇപ്പൊ അല്ലേ ഒരാൾക്ക് 10 കൊടുത്തു വന്നിട്ടുള്ളൂ, അപ്പോഴേക്ക് അടുത്താള് വന്നു. ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ 10 കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ 10 നഷ്ടായി എന്നല്ല, ആ 10 നമ്മുടെ പരലോകത്തേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകളടുത്തേക്ക് പ്രത്യേകം നോട്ടമിട്ടുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാർ വരും, സംഘടനാ ഭാരവാഹികൾ വരും, പിരിവിന് വരും, അറബി കോളേജിലെ വിദ്യാർത്ഥികൾ പലരും വരും. നമ്മളിങ്ങനെ ആലോചിക്കും, എല്ലാ കൊല്ലം ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ പിരിവിന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാ ചിന്തിക്കേണ്ടത്. അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നു, ആ സമ്പത്ത് തന്നതിൽ നിന്ന് കൊടുക്കാനുള്ള മാർഗം റബ്ബ് എനിക്ക് കാണിച്ചു തരാണ്. അതിൽ നിന്ന് ഞാൻ ഒഴിവാകുകയാണെങ്കിൽ, ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ, ഞാൻ ഇവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ അത് നഷ്ടം എനിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനുള്ള മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ മൂപ്പരെടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് നാട്ടുകാർ പറയുകയാണെങ്കിൽ അത് നമുക്കുള്ള നഷ്ടമാണ്. ഉള്ളത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും കൊടുക്കാനുള്ള മനസ്സാണെങ്കിൽ ആളുകൾ പറയും പോയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞതെങ്കിൽ അത് ആളുകൾ നമ്മെക്കുറിച്ച് പറയുന്നത് നല്ലതാണ്. അപ്പൊ ആ രൂപത്തിൽ സാമ്പത്തികമായി കൊണ്ട് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും വേണം. മറ്റൊരു കാര്യം, കടം വാങ്ങുന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്നാണ്. കടം വാങ്ങാൻ മാത്രം ആവേശം ഉണ്ടായ പോരാ, കടം കൊടുക്കാനുള്ള, കൊടുത്തു പൂട്ടാനുള്ള മനസ്സുകൂടി ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ലു ഫീ സബീലില്ലാഹി യുകഫിറു കുല്ല ഷൈഇൻ ഇല്ല ദൈൻ. അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ മനുഷ്യനെല്ലാം പുറത്തു കൊടുക്കും, പക്ഷേ കടബാധ്യത മനുഷ്യന്റെ മേത്തുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കില്ലെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അപ്പൊ കടം വാങ്ങിക്കൊണ്ട് കൊടുത്തു വീട്ടാതെയാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ആരും അറിയാത്ത നമ്മുടെ മനസ്സിൽ മാത്രമുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരലോകത്ത് ബാധ്യതയായിട്ട് വരുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായ രംഗത്തും വിശുദ്ധി കൈവരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകൾ നമ്മെ നല്ല രൂപത്തിൽ കാണും. ഇല്ലെങ്കിൽ പറയും, എന്റെ അടുത്തുനിന്ന് കഴിഞ്ഞ ആഴ്ച 5000 വാങ്ങിയിട്ടുണ്ട്, നാട്ടുകാരുടെ അടുത്തുനിന്ന് മുഴുവനോൻ ഈ 5000 വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാനുള്ളൊരു മനസ്സോനില്ല എന്നാണ് നമ്മളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറയുന്നതെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിന് വരുന്ന കളങ്കമാണ്. അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, പലിശയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്. ജീവിതത്തിൽ പലിശ ഒരു തരത്തിലും ഒരു തരിമ്പ് പോലും കടന്നു വരുന്നില്ല എന്ന് തീരുമാനിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മാർത്ഥത കാണിക്കാതാണ്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി കൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ റബ്ബ് പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ഇന്നിപ്പോൾ അസർ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. അസർ ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത് സമയം തീരുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി എന്ന് നമ്മൾ ന്യായീകരണം പറയാൻ തുടങ്ങും. ദീനീ രംഗത്ത് നമുക്കുള്ള ന്യായീകരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മുടെ മേഖല സുരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അള്ളാഹുവിനെ പറ്റിക്കുന്ന, പ്രവാചകനെ കളിയാക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ, ദീനീപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മതത്തിന്റെ അടിസ്ഥാനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, ആമുറുക്കും ബിസലാസ്,
3 കാര്യങ്ങളെ തൊട്ട് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വഅൻഹാകും അൻ സലാസ്, 3 കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ വിരോധിക്കുകയാണ്. അമുർക്കും അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുന്നത് അള്ളാഹനെ മാത്രം ആരാധിക്കണം, ഒരാളെയും ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വൻ തഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു, അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക, അതായത് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക, നിങ്ങൾ ഭിന്നിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി കൊണ്ട് പറഞ്ഞു. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് വതസ്മഉ വതുതിഉ ലിമൻ വല്ലാഹുല്ലാഹു അംറക്കും, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, കേൾക്കാൻ തയ്യാറാവണം, അഥവാ നേതാക്കളെ അനുസരിക്കാൻ പഠിക്കണം എന്നുള്ളത്. അവസാനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യങ്ങൾ തൊട്ട് നിങ്ങളെ വിരോധിക്കുകയാണ്. വഅൻഹാകും അൻ ഖീല വഖാല, അതും ഇതും നമ്മൾ പറയരുത്, അത് വലിയൊരു വിഷയം. അതും ഇതും നമ്മൾ പറയരുത്, കണ്ടതും കേട്ടതും പറയുന്ന വൃത്തികെട്ട സ്വഭാവം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും മറ്റുള്ളവരിലേക്ക് അയക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ഭാഗത്തുനിന്ന് അധികമായി കൊണ്ട് വരാറുണ്ട്. ആദ്യം അയക്കുന്നത് നമ്മളാകണം എന്നുള്ളൊരു തീരുമാനമാണ് അതിന്റെ പ്രശ്നം. ആദ്യം അയക്കുന്നത് ഞാനായിരിക്കണം, എൻ്റെ അടുത്തുനിന്ന് ആയിരിക്കണം അപ്പുറത്തോൻ അറിയേണ്ടത് എന്ന തീരുമാനത്തിലും എന്ന സ്പീഡിലും ആയിരിക്കും നമ്മളൊരു കാര്യം അയക്കാം. അത് സത്യമാണോ അസത്യമാണോ എന്ന് പോലും പരിശോധിക്കാതെ അത് പറയുന്നത്, അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത് കള്ളനാക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വകസറത്തു സുആൽ, അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ വഇദാഅത്തിൽ മാൽ, ധനം അനാവശ്യമായി കൊണ്ട് ചെലവഴിക്കുന്ന കളഞ്ഞു പൊളിക്കുന്ന അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ മീസാനിൽ കനം തൂങ്ങുന്ന വിഷയമാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത്. പരിഹരിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് മരിച്ചു പോകാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലായിട്ടൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്നിപ്പോ നമ്മൾ മരിച്ചു, ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം, ഇന്ന് നമ്മൾ മരിച്ചു, നമ്മളെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു, നമ്മുടെ പരിചയമുള്ള എല്ലാവരും വന്നു, നമ്മുടെ മുമ്പിലായിക്കൊണ്ട് നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട് കിടത്തിക്കൊണ്ട് നമ്മുടെ പുറകിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാരണം മാനസികമായി കൊണ്ട് വേദനിച്ച, പ്രയാസപ്പെട്ട, ബുദ്ധിമുട്ടിയ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കരുതാം. അയാളെ നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും സ്വലാത്തും ഒക്കെ ചൊല്ലി 3ാമത്തെ തക്ബീറിലേക്ക് പ്രവേശിക്കുകയും അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് പറയുമ്പോൾ മൂപ്പര നാവ് ചലിക്കുവോ അല്ലെങ്കിൽ നിൽക്കുവോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആരോടെങ്കിലൊക്കെ വെറുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലൊക്കെ പിന്നെ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, അവർ മരിക്കുന്നതിന് മുമ്പ് അവരോട് പശ്ചാത്താപിപ്പിക്കണം, പൊറുക്കലിനെ തേടിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ വന്ന സമയത്തായിരിക്കും മനസ്സിൽ ആലോചിക്കാം, ഓൻ അന്ന് അങ്ങാടിയിൽ വെച്ച് എന്നെ കുറിച്ച് പറഞ്ഞ സംഗതി, അന്ന് ആ കുടുംബത്തിൽ വെച്ച് എന്നെ കുറിച്ച് പറഞ്ഞ സംഗതി, എന്നെ കളിയാക്കിയ വിഷയം, അത് വെച്ച് ഞാൻ എങ്ങനെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും ആത്മാർത്ഥമായിക്കൊണ്ട് അല്ലാഹു മഗ്ഫിർ ലഹു നാവിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ നഷ്ടം മരിച്ചു കിടക്കുന്ന നമുക്കാണ് എന്ന ബോധം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കുക. ആരെങ്കിലുമൊക്കെ ആരോടെങ്കിലൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് പൊരുത്തപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഭൃത്യനായിക്കൊണ്ട്, സേവകനായിക്കൊണ്ട് ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഭക്ഷണ സമയത്ത് ആ വ്യക്തി ഉറങ്ങുന്ന സമയത്ത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇയാൾ നല്ല ഉറക്കക്കാരനാണല്ലോ. നമ്മൾ സാധാരണ പറയുന്നൊരു സംസാരമാണ്, നീ ഭയങ്കര തീറ്റക്കാരനാണല്ലോ, നീ ഭയങ്കര പിന്നെ ബടായി വിടുന്ന ആളാണല്ലോ, അങ്ങനെയൊക്കെ നമ്മളും നാട്ടുകാരോട് പരസ്പരം അങ്ങോട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ ഭയങ്കര ഉറക്കക്കാരനാണല്ലോ. അങ്ങനെ മൂപ്പരെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, കഴിക്കാൻ കറിയില്ല, നമ്മളടുത്ത് റൊട്ടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിക്കൊണ്ട് കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ ആരെ പറഞ്ഞയച്ചു? ഈ ഭൃത്യന് പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരിച്ചു പറഞ്ഞേക്കുന്നുണ്ട്. അവർ കറി കൂട്ടിയിട്ടുണ്ട്, അവർക്കുള്ളത് അവർക്കായിട്ടുണ്ട് എന്ന് പറയാൻ ആരോട് പറഞ്ഞു? ഈ ഭൃത്യനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അയച്ചു.
അങ്ങനെ ഭൃത്യം വന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കറി കൂട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ബേജാറായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ കറി കൂട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് താങ്കൾ ഞങ്ങൾ കറി കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ സംഗതി കാരണം നിങ്ങൾ അയാളുടെ ഇറച്ചി തിന്നിട്ടുണ്ട്, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇയാളുടെ ഇറച്ചി മാംസം ഞാൻ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നമ്മൾ ആലോചിക്കാം, നമ്മൾ പോലും തമാശക്ക് രസത്തിന് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പരലോകാണ് ബാത്തില. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ എഴുന്നേറ്റ് പോയി. അയാൾ പോയ സമയത്ത് വേറൊരാൾ അയാളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നിങ്ങൾ പല്ല് കുത്തിക്കോ എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ മാംസമൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഒരു കൊള്ളി കൊണ്ട് എന്താക്കുക, പല്ല് കുത്തുക. അതേ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറഞ്ഞപ്പം അയാൾ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ മാംസമൊന്നും അതിന് തിന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ഞാൻ പല്ല് കുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിപ്പോ പോയ മനുഷ്യന്റെ മാംസം തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരുടെയും നാവിലൂടെ വരുന്ന ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഗൗരവം കാണിക്കാതെ ഓരോ അബദ്ധങ്ങൾ നമ്മൾ ചെയ്തു പോകണം. ഒന്ന്, നാവിൽ നിന്നും അറിയാതെ വരുന്ന ഇത്തരം സംസാരങ്ങൾ, ഇത്തരം വാക്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെയ്തികളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തവർ, ആഗ്രഹിക്കാത്ത, അവര് പോലും വെറുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളോട് പൊറുക്കലിനെ ചോദിച്ചിട്ടല്ലാതെ നമ്മൾ മരിച്ചാൽ പ്രശ്നമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സംഭവത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ആ ഭൃത്യനോടാണ് അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയേണ്ടതെന്നുള്ള. അത്രയ്ക്ക് ഗൗരവമാണ് വിഷയം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാവ് കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർത്തെടുത്തുകൊണ്ട് അത് അവരോട് മാപ്പ് ചോദിക്കാൻ, അവരോട് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെ പരലോകാണ് ബാത്തിലാണ്. സംഗതി ഭയങ്കര എളുപ്പമായിരിക്കും ജീവിക്കാൻ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും, ജീവിതം ഇങ്ങനെ സുന്ദരമായിക്കൊണ്ട് സുഖമായിക്കൊണ്ട് പോവാം. അവനവന്റെ പരലോകം അവനവൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗം നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ, നാളെ പരലോകത്തെത്തിക്കൊണ്ട് നമ്മുടെ അമലുകൾ ബാത്തിലാകുന്ന, നിഷ്ഫലമാകുന്ന ആളുകൾ, നമ്മുടെ നന്മകൾ എടുത്തു കൊണ്ടുപോകുന്ന ആരുടെയൊക്കെയോ പാപങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു കാഴ്ച പരലോകത്തേക്ക് വരാതിരിക്കണമെങ്കിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, വിവേകിയുടെ ഹൃദയം, അത് വിവേകിയുടെ നാവ് ഹൃദയത്തിന് പിന്നിലായിരിക്കും. ബുദ്ധിമാന്റെ, വിവേകിയുടെ നാവ് ഹൃദയത്തിന് പിന്നിലായിരിക്കും, അവിവേകിയുടെ നാവ് ഹൃദയത്തിന് മുന്നിലായിരിക്കും എന്നുള്ള. അഥവാ ഒരു ബുദ്ധിയുള്ള, വിവേകിയുള്ള മനുഷ്യൻ എന്തുണ്ടെങ്കിലും പറയുന്ന കാര്യം അത് ചിന്തിച്ചിട്ടേ പറയുള്ളൂ. അവിവേകി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുക. നമ്മളും നമ്മുടെ സംസാരങ്ങൾ, ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത്, ഇപ്പം പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കും, തമാശകൾ പലതും പറയും. ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒരു സംഗതി ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർന്നു. സാധാരണ ഇപ്പം പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, സ്ത്രീകളൊക്കെ പിന്നെ പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സ്ത്രീകൾ കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ ഇടയിൽ വരുന്നൊരു കാര്യമാണ്. ഒരു ദിവസം എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ആമിനെ താത്താക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് ആയിഷാന്റെ ചെവിയിലേക്ക് എത്തിക്കുന്നത് ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല, ആമിനെ താത്താക്ക് സമാധാനം ഉണ്ടാവില്ല. അതെങ്ങനെ പറയാ? ആയിഷ, ഞാൻ നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ. ആയിഷ, ഞാൻ നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ, ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇതേ സംഗതി തൊട്ടപ്പുറത്തുള്ള ഫാത്തിമാരോടും ഇപ്പുറത്തെ ഖദീജാനോടും എല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്നത്, ഞാനിത് നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരോടും പറയുന്നില്ല. നമ്മളും പല രഹസ്യങ്ങളും പല സംസാരങ്ങളും സുഹൃത്തുക്കളോട് പങ്കുവെക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കുറവുകളും നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും പറയുമ്പോഴും ഇങ്ങനെ പറയും, നീ ആരോടും പറയല്ലേ, ഞാൻ നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും. പിന്നിപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചു പോയി, എന്നെ കുറിച്ച് ഈ കൂട്ടത്തിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേത്തെ ദിവസം മൂപ്പര് ആ കണ്ണിലേക്ക് എന്നെ കാണുക, എന്തെങ്കിലുമൊക്കെ വിഷയം എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് പിന്നെ എന്നെ അളക്കുക. അതിങ്ങനെ
പബ്ലിക്കായി പരസ്യമായി അങ്ങനെ മാറും. പിന്നെ ഞാൻ എന്തായി, ഞാൻ അത്തരക്കാരനായിട്ട് മാറും അവസാനം. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ തിന്മകളോ കണ്ടിട്ടുണ്ടെങ്കിൽ മാന്യമായിക്കൊണ്ട് തോളത്ത് കേട്ടിട്ട് പറയാം, ഇന്ന വിഷയം നിങ്ങളുടെ ഭാഗത്തുണ്ട്, അത് ശ്രദ്ധിക്കണം, ശരിയാക്കണം എന്ന് പറയല്ലാതെ ആളുകളായിട്ട് പങ്കുവെച്ചുകൊണ്ട് മൊത്തത്തിൽ വഷളാക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കാൻ കാരണമാകും. അവസാനം നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കുകയും നന്മകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. പിന്നെ ഹഫ്സ ബീവി ആണെന്നാണ് ഓർമ്മ, കുറുകിയവൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് തോന്നുന്നു, കുറുകിയവൾ എന്ന സംഭവം ഉണ്ടായപ്പം ഇതെങ്ങാനും കടലിൽ മുക്കിയാൽ കടൽ പോലും വിഷലിപ്തമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ടാകുവാൻ മാത്രം പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന മുഅ്മിനുകളായിക്കൊണ്ട് നമ്മളെ മാറ്റിത്തീർക്കുമാറാകട്ടെ. ഒന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം 40 വർഷക്കാലം പിന്നെ മുഹമ്മദ് ആയിക്കൊണ്ട് മദീനയിൽ ജീവിച്ചു. 23 വർഷക്കാലം പ്രവാചകനായിക്കൊണ്ട് ലോകത്തിന്റെ മൊത്തം മാതൃകയായിക്കൊണ്ട് ജീവിച്ചിട്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പിന്നെ സർട്ടിഫിക്കറ്റ് ഇതാണ്, ഇന്നക ലഅല ഖുലുഖിൻ അദീം, പ്രവാചകരെ താങ്കൾ ഉത്തമമായ ഉന്നതമായ സ്വഭാവത്തിന് ഉടമയാകുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ട ചോദ്യം നമ്മൾ ആലോചിക്കാം. പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ ഖുർആൻ വായിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, പക്ഷേ അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ എത്ര കണ്ട് ശ്രമിച്ചു, എത്ര കണ്ട് ശ്രദ്ധിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ഈ വർഷത്തെ റമദാൻ കൊണ്ടെങ്കിലും ഖുർആനിന്റെ അറിയുന്ന മനഃപ്പാടമാക്കിയ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ, പരലോക രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ, തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാർത്ഥന വസിയത്തുള്ളത് ഞങ്ങളുടെ ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തിലുള്ള ഒരു സ്റ്റുഡന്റ് ഭാരവാഹി, ചെറിയൊരു പ്രായമുള്ളൂ, കുറച്ച് കാലമായി ക്യാൻസർ വന്ന് പ്രയാസപ്പെട്ടു. കണ്ടാൽ ഒരാളും പറയില്ല ഓന് ക്യാൻസർ ഉണ്ടെന്ന് പറയും. നല്ല തടിയും പിന്നെ ആരോഗ്യമൊക്കെ ഉള്ളൊരു 20-22 വയസ്സുള്ള ഒരു കുട്ടി. ഈ ഒരു സമയത്ത് ക്യാൻസർ മൂർച്ഛിച്ചാൽ അല്പം പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എന്താണോ ഖൈറെങ്കിൽ അത് പിന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മരണം കൊണ്ട് നമുക്ക് വേദന ഉണ്ടായ പിന്നെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാഹു രോഗികൾക്ക് പരിപൂർണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറകല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.